Hi, welcome once again to Prof.RoysMaths. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് എല്ലാം കണ്ട് മുമ്പോട്ട് പോയി. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ റൈറ്റ് സൈഡിൽ തൊട്ട് താഴെ ഒരു ചെറിയ ട്രയാങ്കിൾ ഡോട്ട് ഗ്രേ കളർ ബ്ലാക്ക് കളറുള്ള ട്രയാങ്കിൾ കാണാം. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ലിങ്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പം വീഡിയോയുടെ താഴെ ഷെയർ ഉണ്ട്, ആരോമാർക്കുള്ള ഷെയറിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അതിനകത്ത് ആ പിക്ചർ വേണമെങ്കിൽ ക്രോസിൽ ടച്ച് ചെയ്ത് പിക്ചർ ഒഴിവാക്കി ലിങ്ക് മാത്രമായിട്ട് അയച്ചു കൊടുക്കാം. ലിങ്ക് മാത്രമായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ ആ ലിങ്കിലൂടെ കാരണം പിക്ചർ തൊട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലിങ്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരോ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ടച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ടച്ച് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സബ്ട്രാക്ഷനിലേക്ക് വന്നില്ല. അഡീഷൻ ഒന്നുകൂടി ബാക്കിയുണ്ട്. അഡീഷൻ ഫ്രാക്ഷൻസ് ആണ്, ഡെസിമൽ നമ്പേഴ്സിന്റെ അഡീഷൻ കഴിഞ്ഞ് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ ആണ് കണ്ടത്. ഫ്രാക്ഷൻസില് കൺവേർഷൻ ഞാൻ പറയാമെന്ന് പറഞ്ഞു, മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അത് ഇംപ്രോപ്പറിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ മിക്സ്ഡ് ഇംപ്രോപ്പർ ആക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ മറന്നു, നമ്മൾ ആദ്യ വീഡിയോയിലൊരു മാത്തമാറ്റിക്സിന്റെ മാജിക് ട്രിക്ക് കാണിച്ചിരുന്നു. ആ ട്രിക്ക് നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് പറഞ്ഞു തരാം. ഞാനൊരു ഹിന്റ് മാത്രം ഇപ്പൊ തരാം. അതായത് ആ ട്രിക്ക് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പഠിക്കുക. എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 to 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എങ്കിലും വളരെ ത്രവായിട്ട് വളരെ നന്നായി പഠിച്ചു വെക്കണം. 1 to 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മുമ്പോട്ടുള്ള സ്റ്റഡിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത് നന്നായി പഠിച്ചു വെക്കുക. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ക്ലൂ, ഈ 1 to 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ സ്പെഷ്യാലിറ്റിയിൽ നിന്നാണ് ഞാൻ ആ ട്രിക്ക് ഉണ്ടാക്കിയത്. അപ്പൊ ഒന്നുകൂടി ചിന്തിക്കുക. ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൽ അത് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി എക്സ് മൈനസ് എ. ആൻസർ ഞാൻ പറഞ്ഞിരുന്നു 0 ആയിരുന്നു. പക്ഷെ എങ്ങനെ 0 വന്നു എന്നും കൂടി പറയണ്ടേ. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ആൻസറിന്റെ മാത്രം ഇമ്പോർട്ടൻസ് ഇല്ല. ആൻസർ മാത്രമായി കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടന്റ് ഇല്ല. ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ സ്റ്റെപ്പുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഫൈനൽ ആൻസർ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ. ഇപ്പൊ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ആൻസർ മാത്രം കറക്റ്റ് ആയി ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് ആൻസറോട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അതിന്റെ ഓരോ സ്റ്റെപ്പിനും മാർക്കുകളുണ്ട്. അപ്പൊ എല്ലാ സ്റ്റെപ്പുകളും കറക്റ്റ് ആയി, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റെപ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഞാൻ ആൻസർ 0 എന്ന് പറഞ്ഞു, പക്ഷേ സ്റ്റെപ്പ് അത് എങ്ങനെ അത് 0 ആയി എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അഡീഷനിൽ ബാക്കിയുള്ള ഒന്ന് ഇന്റിജേഴ്സിന്റെ അഡീഷൻ ആണ്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പലപ്പോഴും കൂടുതൽ കുട്ടികൾ ഹാർഡാണ് എന്ന് പറയുന്ന, ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നാം പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം വരുന്ന ഇന്റിജേഴ്സിന്റെ അഡീഷനിലേക്ക് പോവുകയാണ്. ഇന്റിജേഴ്സ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഇന്റിജേഴ്സ് കണ്ടിരിക്കുന്നത്? ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ലൈനിൽ ഇവിടെ 0 ഉണ്ടാകും. 0 പോസിറ്റീവ് നമ്പറും അല്ല നെഗറ്റീവ് നമ്പറും അല്ല. ഓർക്കുക, 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 0യുടെ റൈറ്റ് സൈഡിൽ, ഈ നമ്പർ ലൈൻ റൈറ്റ് സൈഡിലെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. 1 2 3 4 5 എക്സെട്ര. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ലെഫ്റ്റ് സൈഡിലെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. -1, -2, -3, -4 എക്സെട്ര. ഓർക്കുക, നമ്മളൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഇവിടെ പ്രത്യേകിച്ച് സൈൻ ഒന്നും ഇട്ടില്ലെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആണ്. ഈ പോസിറ്റീവ് 2 ആണ് 2 എന്ന് നമ്മൾ എഴുതുന്നത്. പോസിറ്റീവ് സൈൻ ഇടണമെന്ന് നിർബന്ധമില്ല. യൂഷ്വൽ നമ്പർ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് ഇടുന്നത് നിർബന്ധം പറയാത്തത്. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. പോസിറ്റീവ് സൈൻ ഇട്ടും പോസിറ്റീവ് സൈൻ ഇടാതെ എഴുതാം. പക്ഷെ ഇട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്. പക്ഷേ നെഗറ്റീവ് ആണെങ്കിൽ കമ്പൽസറി യു മസ്റ്റ് പുട്ട് ദ നെഗറ്റീവ് സൈൻ. ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് സൈൻ കമ്പൽസറി ഇട്ടിരിക്കണം. നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്തായി പോകും? പോസിറ്റീവ് ആയി പോകും. -2 പോസിറ്റീവ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
അതുകൊണ്ട് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും മറന്നു പോകാതെ വ്യക്തമായി ക്ലിയർ ആയി, ചിലരൊക്കെ തോണ്ടിയൊക്കെ ഇടാറുണ്ട്, അങ്ങനെയൊന്നുമില്ല, ക്ലിയർ ആയി നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്പർ ലൈനിൽ 3 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് വി ക്യാൻ സി. പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത 0, പിന്നെ ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്, ഇതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും ചേർന്നതാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്റിജേഴ്സിന്റെ അഡീഷനിലേക്ക് പോകുമ്പോൾ സാധാരണ ഗതിയിൽ പോസിറ്റീവ് നമ്പേഴ്സ്, ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് 0യുടെ അഡീഷൻ ആണ്. 0യുടെ അഡീഷൻ കാര്യമായി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് 0യുടെ അഡീഷനിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വാല്യൂ. 0 ഏത് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ സെയിം നമ്പർ തന്നെ കിട്ടുമെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 0 ഏത് നമ്പറിന്റെയും കൂടെ ആഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഇല്ല. 5 + 0 ആൻസർ 5 ആണ്. 0 + 3 ആൻസർ 3 ആണ്. -2 + 0 ആൻസർ -2 ആണ്. 0 + -25 ആൻസർ -25 ആണ്. അതായത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഏത് നമ്പറിന്റെ കൂടെ ആയാലും 0യ്ക്ക് യാതൊരു വാല്യൂ ഇല്ല. 0 നമുക്ക് അറിഞ്ഞാൽ മതി, ബാക്കിയുള്ള അതേ നമ്പർ ആയിരിക്കും. അപ്പൊ 0 ഏത് നമ്പറിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. there is no change in the value. നമ്മൾ 0യുടെ അഡീഷൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. 0 വന്നു കഴിഞ്ഞാൽ 0 നെഗ്ലക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളത് അതിനുള്ളത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ആണെന്ന് നമുക്കറിയാം. പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് ആദ്യം എടുക്കാം. അപ്പൊ ഒരു പോസിറ്റീവ് നമ്പറിനെ മറ്റൊരു പോസിറ്റീവ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? അത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതായത് 5 എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് ഞാൻ പറയാതെ നമുക്കറിയാം. 3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് നമ്പർ ആണ് എന്ന് ഞാൻ പറയാതെ നമുക്കറിയാം. ഇത് രണ്ടും ആഡ് ചെയ്ത്, ഇത് ആഡ് ചെയ്യാനുള്ള പ്ലസ് സൈൻ ആണ്. ഈ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവിന്റെ കൂടെ പോസിറ്റീവ് ആഡ് കഴിഞ്ഞാൽ ആൻസറും പോസിറ്റീവ് തന്നെയായിരിക്കും. 5 + 3 8. നമുക്ക് കൃത്യമായി അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. 5 + 3 8. അതായത് ഈ പോസിറ്റീവ് ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ കാൽക്കുലേഷൻ അറിയാം. 5 + 3 8 ഏത് കുഞ്ഞിന് അറിയാവുന്നതാണ്. അതായത് 5 + 3 8 എന്ന് പറഞ്ഞാൽ 5 പോസിറ്റീവ് നമ്പർ ആണ്, 3 പോസിറ്റീവ് നമ്പർ ആണ്. ആൻസറും ഈസ് ഓൾസോ എ പോസിറ്റീവ് നമ്പർ. സോ രണ്ട് പോസിറ്റീവ്സിന്റെ സം ഒരു പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ഇടാതെ നമുക്ക് എഴുതാം. അതേസമയം ഇത് രണ്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ -5 + -3. നിങ്ങൾ ആദ്യമായിട്ട് ഇത് എഴുതി ശരിക്കുന്നവർ, ഞാൻ പറഞ്ഞു ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞു. അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് ശീലിച്ചാൽ തൽക്കാലം സ്റ്റാർട്ടിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്, നെഗറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഇല്ല. പോസിറ്റീവിന് ഇട്ടില്ലെങ്കിലും ആ പോസിറ്റീവോടെ കണ്ടാലും കണ്ടില്ലെങ്കിലും ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. പക്ഷെ നെഗറ്റീവ് കമ്പൽസറി നെഗറ്റീവോടെ കാണണം. അതുകൊണ്ട് വേണമെങ്കിൽ ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ബ്രാക്കറ്റ് ഇട്ടോളൂ വേണമെങ്കിൽ. അല്ലാതെ നന്നായിട്ട് എഴുതാമെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഒരു നെഗറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആഡ് വിത്ത് അനദർ നെഗറ്റീവ് നമ്പർ, ദ സം വിൽ ബി നെഗറ്റീവ് ഓൺലി. നെഗറ്റീവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 5ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ആണെന്ന് നമുക്കറിയാം. സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. സോ ഒരു നെഗറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കുക, പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. രണ്ടും സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ അതേ സൈൻ തന്നെ സമ്മിൽ കിട്ടും, ആൻസറിലും അതേ സൈൻ തന്നെ കിട്ടും. അതായത് ആഡ് ചെയ്യേണ്ട നമ്പറിന്റെ സൈൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ വെറുതെ ആഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അതേ സൈൻ ഇടുക. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഇട്ട് വെക്കുക, രണ്ട് നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇട്ട് വെക്കുക. സോ രണ്ട് നമ്പറിന്റെയും സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ അഡീഷൻ ഇസ് വെരി ഈസി, വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആഡ് ചെയ്ത് വെക്കുക, ആ ഏതാണോ സൈൻ ആ സൈൻ ഇട്ട് വെച്ചാൽ മതി. പക്ഷേ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് അങ്ങനെയല്ല. ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ഈ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് പലർക്കും ഇത് ഹാർഡായിട്ട് പോകുന്നത്. നമുക്കിനി അതിലേക്ക് ശ്രദ്ധിക്കാം. ഈ രണ്ട് നമ്പറിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഇവിടെ ചേഞ്ച് ചെയ്ത് നോക്കാം. 5 പോസിറ്റീവ് ഇട്ടു, എന്നാൽ 3 ഞാൻ നെഗറ്റീവ് ഇട്ടു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. പോസിറ്റീവ് 5ഉം നെഗറ്റീവ് 3യും കൂടെ ആഡ് ചെയ്യണം. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ പറയാൻ സാധിക്കില്ല. ഇതിന് വേറൊരു ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 പോയിന്റ് ഞാൻ പറയാം, ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ 2 ഡിഫറൻറ്റ് സൈൻ ആഡ് ചെയ്യേണ്ടി വരുമ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് സൈനെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക. തൽക്കാലം കുറച്ച് നേരത്തേക്ക് ഈ സൈൻ ഒന്ന് മറന്നാൽ സൈൻ മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് മാത്രം, ദാറ്റ് ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് വാല്യൂസ്,
അതായത് ഇതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ മാത്രം എടുക്കുക, വിത്തൗട്ട് സൈൻ ഇല്ലാതെ നമ്പറുകൾ മാത്രം ഒന്ന് എടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ 5ഉം ഒരു നമ്പർ 3ഉം. അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 5ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ 5 3 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് കഴിഞ്ഞാൽ ഡിഫറൻസ് കിട്ടും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ 5 and 3 is 2. ഈ രണ്ട് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ 5 and 3 2. ആ 2 ആദ്യമേ ഇവിടെ കൊണ്ടെടുക്കുക. അവർക്ക് തൽക്കാലം അബ്സല്യൂട്ട് വാല്യൂ മാത്രം എടുക്കുക, അതായത് സൈൻ മറന്നു പറഞ്ഞേക്കുക, നമ്പർ മാത്രം എടുക്കുക. ആ നമ്പറിലെ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ഇവിടെ രണ്ട് നമ്പർ 5 3 അതിന്റെ ഡിഫറൻസ് 2 കിട്ടി. ഇനി അതിൽ വലിയ നമ്പർ ഏതാണ്? അതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ബിഗർ നമ്പർ 5 ആണ്. ആ 5ന് ഇവിടെ ഏത് സൈനാണുള്ളത്? ഇവിടെ കിടക്കുന്നത് പോസിറ്റീവ് സൈൻ ആണ്. സോ ആൻസറിൽ ആ സൈൻ ഇട്ട് കൊടുക്കുക. അതായത് വലിയ നമ്പറിന്റെ സൈൻ ആൻസർ ഇട്ട് കൊടുക്കുക, ബിഗർ നമ്പറിന്റെ സൈൻ ആൻസർ ഇട്ട് കൊടുക്കുക. ഞാൻ രണ്ട് സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തത്. ഫസ്റ്റ് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ദ നമ്പർ. സൈൻ ഇല്ലാതെ അതിന്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ പുട്ട് ദ സൈൻ ഓഫ് ദ ബിഗർ നമ്പർ. രണ്ടില് വലിയ നമ്പർ ഏതാണോ അതിന് ഒറിജിനൽ ആയിട്ടുള്ള സൈൻ ഏതാണെന്ന് വെച്ചാൽ അത് ആൻസറിലേക്ക് കൊടുക്കുക. സോ ദിസ് ഈസ് ദ മെത്തേഡ്. ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അതായത് ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ നെഗറ്റീവ്, 2 ഡിഫറൻറ്റ് സൈൻസ് വന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ഗ്രേറ്റർ നമ്പർ. രണ്ട് നമ്മൾ വ്യത്യാസം എടുത്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഈ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇന്റർചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് 5ന് ഞാൻ നെഗറ്റീവ് കൊടുത്തു, 3ക്ക് ഞാൻ പോസിറ്റീവ് കൊടുത്തു. അപ്പൊ -5 +3 നിന്ന് ചേഞ്ച് ചെയ്തിട്ട് വ്യത്യാസം. ഇത് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വ്യത്യാസം എന്താണ്? ലോ ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ. 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് 2 ഓൺലി. സെയിം ഡിഫറൻസ് തന്നെയാണ്. ദ സെക്കൻഡ് പോയിന്റ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. 5 3യിലെ ഗ്രേറ്റർ നമ്പർ 5 ആണ്. അതിന്റെ സൈൻ ആണ് നമ്മൾ ഇവിടെ ആൻസറിൽ കൊടുക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ 5ന്റെ സൈൻ ഏതാണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസറും നെഗറ്റീവായി. നമ്മുടെ ആൻസർ ഈസ് -2. ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ -2. എങ്ങനെ വന്നു? ഇവിടെ ബിഗർ നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസറിൽ പോസിറ്റീവ് പോയി. ഇവിടെ ബിഗർ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവിലേക്ക് പോയി. ഇവിടെ 5ന് നെഗറ്റീവ്, ഈ രണ്ടും നമ്മളുടെ ബിഗർ നമ്പറിൽ നെഗറ്റീവ് പോസിറ്റീവ് 3 ഇതോടെ ബിഗർ സ്മോളർ അല്ല ഞാൻ പറഞ്ഞത്. ഓൺലി നമ്പർ എടുക്കും, അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുമ്പോൾ. സോ ദിസ് ഈസ് ദ മെത്തേഡ്. ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. ഇങ്ങനെ രണ്ട് ഡിഫറൻസ് സൈൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് ആ രണ്ട് നമ്പറിൽ വലിയ നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആൻസർ ഇട്ട് കൊടുക്കുക, വലിയ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആൻസർ ഇട്ട് കൊടുക്കുക. ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അതാണ് ഡിഫറൻസ് സൈൻസ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ, മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടി ഞാൻ പറയുന്നു, രണ്ട് സൈനും സെയിം ആണെന്നുണ്ടെങ്കിൽ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ്, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ്. രണ്ടും സെയിം സൈൻസ് ആണെങ്കിൽ ആൻസർ ആ സെയിം സൈൻ തന്നെ വരും. രണ്ട് ഡിഫറൻറ്റ് സൈൻസ് ആണെങ്കിൽ മാത്രമാണ് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. നമുക്ക് ഒന്നുണ്ട് എക്സാമ്പിൾ ഒന്ന് നോക്കാം. എക്സാമ്പിള് ഡിഫറൻറ്റ് സൈൻസിന്റെ എക്സാമ്പിൾ ഞാൻ നമുക്ക് തരാം. ഇപ്പൊ 10 + -4 ആൻസറിന് ആദ്യം എടുക്കുന്നത് 10ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ്. 10ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണെന്ന് നമുക്കറിയാം. 6 കൊടുക്കുക. എന്നിട്ട് ഇതിൽ വലിയ നമ്പർ ഏതാണ്? 10 ആണ്. 10ന്റെ സൈൻ ഏതാണ്? ഇവിടെ പോസിറ്റീവ്. അതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. -12 + 7 -12 + 7. നോക്കുക, 12ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 12ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 12 - 7 5 ആണ്. 5 ഇവിടെ എഴുതുക. എന്നിട്ട് ഇതിലെ വലിയ നമ്പർ ഏതാണ്? ഗ്രേറ്റർ നമ്പർ 12. 12ന്റെ സൈൻ ഏതാണ്? ഇവിടെ നോക്കുക, നെഗറ്റീവ്. ആ നെഗറ്റീവ് നോക്കുക. ഡിഫറൻസ് 5. വലിയ നമ്പർ 12 ആയതുകൊണ്ട് അതിന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ -5. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. 6 and -8. 6 + -8. നോക്കുക, 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ്. 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. 2 ഇട്ട് കൊടുക്കുക. ഇതിൽ വലിയ നമ്പർ 8 ആണ്. 8ന്റെ സൈൻ ഏതാണ്? നെഗറ്റീവ് ആണ്. 8ന്റെ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിട്ടുണ്ട്. അനദർ വൺ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. -3 and 9. -3 and 9. നോക്കുക, 3ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. 6 കൊടുക്കുക.
ഇതിൽ 9 ആണ് വലിയ നമ്പർ. ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആൻസറിൽ പോസിറ്റീവ് ഇടാതിരിക്കുക, പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. അഥവാ ബോത്ത് ആർ സെയിം സൈൻ, രണ്ടും ഒരേ സൈൻ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ സം പോസിറ്റീവ് ആയിരിക്കും, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ സം നെഗറ്റീവ് ആയിരിക്കും. ഈ സംഗതി നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളൂ. കുറെ അധികം നമ്പർ പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് വന്നു എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. ഏത് ഇന്റിജേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അഡീഷൻ ചെയ്യാൻ സാധിക്കും. ഇത് വെറുതെ നോക്കി മനസ്സിലാക്കിയാൽ പോരാ. ഈ വീഡിയോ ഈ പോർഷൻ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഒപ്പം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നെ ബുക്കിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ട് അത് ചെയ്തു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ ഹെൽപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സോട് ഡിസ്കസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അവരിൽ നിന്നും ക്വസ്റ്റ്യനും അവരെ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് വരുവാണെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കുക. പിന്നീട് ഞാൻ ഡൗട്ട് ചോദിക്കാനുള്ള വേറെ ഓപ്ഷൻ തരാം. അപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ ശരിക്കും വെക്കുക. ആ പോർഷൻ വീണ്ടും വീഡിയോ എടുത്ത് കണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് അതനുസരിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഇട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, തറവാക്കി വെക്കുക. പിന്നെ ഒരിക്കൽ തറവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായി ഇത് പരിശീലിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇത് ഈസി ആക്കി എടുക്കാം. അഡീഷൻ കഴിഞ്ഞു. നമ്മള് ഡെസിമൽ നമ്പർ, ഫ്രാക്ഷൻസ്, ഇന്റിജേഴ്സിന്റെ അഡീഷൻ ആണ് കംപ്ലീറ്റ് ചെയ്ത്. ഇനി നേരെ പോകുന്നത് സബ്ട്രാക്ഷനിലേക്കാണ്. സബ്ട്രാക്ഷനിലേക്ക് അഡീഷൻ നന്നായിട്ട് പഠിച്ചെങ്കിൽ സബ്ട്രാക്ഷൻ എളുപ്പമായി കിട്ടും. അതുകൊണ്ട് അഡീഷൻ നന്നായിട്ട് തറവാട്ട് വയ്ക്കുക. അപ്പൊ സബ്ട്രാക്ഷൻ വിൽ ബി വെരി ഈസി ഫോർ യു. സബ്ട്രാക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സിനെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ എല്ലാവർക്കും ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷൻ, യൂട്യൂബിൽ സെർച്ച് ഓപ്ഷനിൽ പോയി പ്രൊഫസർ റോയ്സ് മാത്സ് എന്ന് സെർച്ച് ചെയ്തിട്ട് കാണാൻ പറയുക. പരമാവധി ആളുകളോട് ഷെയർ ചെയ്ത് കണ്ട് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ പറയുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എന്ത് വെച്ചാൽ ഇനിയും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യാൻ താമസിച്ചു കഴിഞ്ഞാൽ അവർ ക്ലാസ് മിസ്സാകുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ല നമ്മുടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഈ ക്ലാസ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഓഫർ ചെയ്യാൻ പറഞ്ഞിരുന്നു. x-a*(x-c*(x-c*(x-d). അതിന്റെ ആൻസർ 0 ആണ്. പക്ഷെ അത് എങ്ങനെയാണ് എന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞത്. അതിന് ഞാനൊരു ക്ലൂ ഇപ്പൊ തന്നെ തരാം. x-a into x-b into x-c up to x-z is equal to 0 ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എങ്ങനെ 0 കിട്ടി എന്നതിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്ലൂ തരാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ x-a, x-b, x-c അങ്ങനെ പോയി ഇതിനു മുമ്പ് x-y വരും, അതിനു മുമ്പ് x-x വരും. ഇങ്ങനെ എല്ലാ ലെറ്റേഴ്സും വരും. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഒരല്പം ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. എങ്ങനെ 0 വന്നു എന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.